നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയ്യൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 4 മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ സർക്കാർ ഓച്ചാനിച്ച് നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. AGക്കെതിരായ പരാമർശത്തിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുകയില്ലെന്ന് മുഖ്യമന്ത്രി. ാമത് നോർത്ത് അമേരിക്കൻ കാനായ കൺവെൻഷന് ചിക്കാഗോയിൽ സമാപനം. പരിശുദ്ധ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാറ്റിയോസ് ആഫ്രേം ദിദിയൻ പാത്രിയർക്കീസ് ബാവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. ജില്ലയിലെ പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൗകര്യം ലക്ഷ്യമാക്കി ഊരിൽ ഒരു ദിവസം പദ്ധതിക്ക് തുടക്കം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നിലയ്ക്കലിൽ പ്രത്യേകം അദാലത്ത് നടന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ 4 മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിയമസഭയെ അറിയിച്ചു. സർക്കാരുമായി കരാറിൽ ഏർപ്പെടാതെ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തിയ MES, കരുണ, KMCT എന്നീ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരമാണ് റദ്ദാക്കുന്നത്. ഇത് സംബന്ധിച്ച് ആരോഗ്യ സർവകലാശാല തീരുമാനം കൈക്കൊണ്ടതായും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് അടച്ചുപൂട്ടുകയാണെന്നല്ലെന്ന ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരാമർശത്തിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മറ്റൊരു ഭരണഘടനാ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് പറയുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. 120 സർക്കാർ അഭിഭാഷകരെയും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത മുഖ്യമന്ത്രിയായ തനിക്കുണ്ട്. അതിനിയും ചെയ്യും. സർക്കാർ അഭിഭാഷകരിൽ പലരും അബ്കാരികളുടെ നോമിനികളാണെന്നൊക്കെ തെളിവില്ലാതെ പറയാൻ പാടുണ്ടോ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. കർഷകരുടെ തനതായ കണ്ടുപിടുത്തങ്ങൾ, കണ്ടെത്തലുകൾ എന്നിവയ്ക്ക് പത്തനംതിട്ട സാമ്പത്തിക സഹായം നൽകും. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കാർഷിക സംബന്ധമായ കണ്ടുപിടുത്തങ്ങൾ വിവരിച്ച അപേക്ഷയുമായി കർഷകർ അടുത്തുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ജ്ഞാനായ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിച്ച 27ാമത് നോർത്ത് അമേരിക്കൻ കൺവെൻഷൻ ചിക്കാഗോയിൽ സമാപിച്ചു. ജൂലൈ 23 മുതൽ 26 വരെയായിരുന്നു കൺവെൻഷൻ. ആഗമാന സുറിയാനി സഭയുടെ പരമമേലധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാറ്റിയോസ് ആഫ്രേം ദിദിയൻ പാത്രിയർക്കീസ് ബാവയുടെ സാന്നിധ്യം കൺവെൻഷന് കൂടുതൽ ആത്മീയ ചൈതന്യം പകർന്നു. ജ്ഞാനായ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അന്തസ് ഉയർത്തിപ്പിടിച്ച 27ാമത് നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കൺവെൻഷന് അമേരിക്കയിൽ ചിക്കാഗോയിലെ മോർ ക്ലീമീസ് നഗറിൽ സമാപനമായി. ജൂലൈ 23 തീയതി മുതൽ 26 തീയതി വരെയായിരുന്നു കൺവെൻഷൻ. ജ്ഞാനായ യാക്കോബ സുറിയാനി സഭയിൽപ്പെട്ട അമേരിക്കയിലെയും കാനഡയിലും മുഴുവൻ സഭാവിശ്വാസികളും 4 ദിവസങ്ങളിലായി നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തു. മലങ്കരയിൽ മാർത്തോമ സുറിയാനി മാർഗവും പാരമ്പര്യവും വളർത്തിയെടുത്തവരുടെ പിന്മുറക്കാർ, കൂനൻ കുരിശ് സത്യത്തിനു നേതൃത്വം നൽകിയ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ പിൻതലമുറയാണ് തങ്ങളെന്നും തങ്ങളുടെ വംശീയതയും പശിമയും ആർക്കും ചോദ്യം ചെയ്യുവാനോ തകർക്കുവാനോ കഴിയുന്നതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു മോർ ക്ലീമീസിൽ 4 ദിവസങ്ങളിലായി നടന്നത്. ജൂലൈ 23 തീയതി വൈകിട്ട് 5:30 കൊടിയേറ്റ് കർമ്മത്തോടെയായിരുന്നു കൺവെൻഷന് തുടക്കം കുറിച്ചത്. യൂറോപ്പ്, അമേരിക്കൻ, കാനഡ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ആയൂബ് മോർ സിൽവാനിയോസ് മെത്രാപ്പൊലിത്ത, കല്ലിശ്ശേരി മേഖലാധിപൻ അഭിവന്റെ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത അടക്കം 100 കണക്കിന് സഭാവിശ്വാസികളും അവരുടെ കുടുംബാംഗങ്ങളും കൊടിയേറ്റ്
കൊടിയേറ്റ് കർമ്മത്തിന് സാക്ഷികളായി. വൈകിട്ട് 6 മുതൽ നടന്ന കനാനായ വില്ലേജ് അക്ഷരാർത്ഥത്തിൽ സമുദായത്തിന്റെ തനത് പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു. നേരം ഏറെ ഇരുട്ടിയിട്ടും പക്ഷേ കനാനായ വില്ലേജ് മാത്രം ഉറങ്ങിയില്ല. അവിടെ മാർഗംകളി, നടവിളി, ചന്തം ചാർത്ത് എന്നിവയൊക്കെ അരങ്ങുവാഴുകയായിരുന്നു. 24-ാം തീയതി വെള്ളിയാഴ്ച നടന്ന ആത്മീയ കൂട്ടായ്മയ്ക്ക് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത നേതൃത്വം നൽകി. തുടർന്ന് യുവജനങ്ങൾക്കുള്ള കൂട്ടായ്മ, സ്ത്രീകൾക്കു മാത്രമായുള്ള വിമൻസ് ഫോറം, വിവിധ വിനോദ പരിപാടികൾ, സൺഡേ സ്കൂൾ മീറ്റിംഗ്, ടാലന്റ് കോമ്പറ്റീഷൻ എന്നിവ നടന്നു. വൈകിട്ട് കനാനായ അതിഭദ്രാസനാധിപൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ സേവറിയോസ് വലിയ മെത്രാപ്പോലിത്തയ്ക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി. കനാനായ സഭയുടെ അന്തസ്സും പാരമ്പര്യവും ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുവാൻ എല്ലാ കനാനായ സഭാംഗങ്ങളും തയ്യാറാകണമെന്ന് അഭിവന്ദ്യ വലിയ മെത്രാപ്പോലിത്ത അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവ സഭകളുടെ കനാനായ സമൂഹത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ഈ കനാനായ മക്കൾക്ക് അമേരിക്കയിൽ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആർഷഭാരത സംസ്കാരത്തിന്റെ ആർദ്രഭാവങ്ങളും വേദപുസ്തക സരണിയും വേറിട്ടു നിൽക്കുന്ന ധന്യതയും ചേർന്ന് ദാർശനിക ശക്തിയായി കനാനായ സമുദായ അംഗങ്ങൾ മാറണമെന്നും വലിയ മെത്രാപ്പോലിത്ത പറഞ്ഞു. ആർഷഭാരത സംസ്കാരത്തിന്റെ ആർദ്രത ഭാവങ്ങളും വേദപുസ്തക ചിന്താസരണിയുടെ വേറിട്ട് നിൽക്കുന്ന ധന്യതയും ചേർന്ന ദാർശനിക ശക്തിയായി കനാനായ സമുദായം വളരട്ടെ, വളർന്നു പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. മനസ്സ വാച കർമ്മണ ക്രൈസ്തവരായി ജീവിച്ച് മനഃശക്തി കൊണ്ട് പോരാടി വിശ്വ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നവരായി കനാനായ സമുദായം ഈ ലോകത്ത് തന്നെ പ്രോജ്വലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. 25-ാം തീയതി ശനിയാഴ്ച ചിക്കാഗോയിലെ സൂര്യോദയത്തിന് പതിവിൽ കവിഞ്ഞ പ്രശോഭയായിരുന്നു. എല്ലാ വഴികളും എല്ലാ കണ്ണുകളും അന്ന് ചെന്നെത്തിയത് മോർ ക്ലീമീസ് നഗറിലേക്കാണ്. ആഗമാനി സുറിയാനി സഭയുടെ പരമമേലാധ്യക്ഷൻ പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദിദിയൻ ബാബ കടന്നുവരുന്ന പുണ്യനിമിഷത്തിന് സാക്ഷികളാകുവാൻ ആയിരങ്ങളാണ് മോർ ക്ലീമീസ് നഗറിലേക്ക് ഒഴുകിയെത്തിയത്. ദൈവം നൽകിയ സ്നേഹവും സമാധാനവും ലോകാന്ത്യത്തോളം പുലരുവാൻ കാംക്ഷിക്കുന്ന സമർപ്പിത മനസ്സിന്റെ ഉടമയായ ശ്രേഷ്ഠ ഇടയന്റെ വരവിനായി കണ്ണും കാതും തരിച്ചിരുന്ന നിമിഷങ്ങൾ. അവസാനം എല്ലാ കാത്തിരിപ്പിനുമൊടുവിൽ നറുംനിലാവ് പൊഴിക്കുന്ന പുഞ്ചിരിയോടെ പലരെയും ആശീർവദിച്ച് ആ ആത്മീയ ചൈതന്യം മെല്ലെ കടന്നുവന്നു. എളിമയുടെ ഉദാത്ത ഭാവമായ പിതാവിനൊപ്പം അഭിവന്ദ്യ കുര്യാക്കോസ് മാർ സേവറിയോസ് വലിയ മെത്രാപ്പോലിത്ത, അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത, ഡോക്ടർ അയൂബ് മാർ സിൽവാനിയോസ് മെത്രാപ്പോലിത്ത എന്നിവരും നിരവധി വൈദിക ശ്രേഷ്ഠരുമുണ്ടായിരുന്നു. മാർഗംകളിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഔന്നത്യത്തിന്റെ സിംഹങ്ങളിൽ താഴ്മയോടെ വാണരുളുന്ന അഭിവന്ദ്യ പിതാവിന്റെ ആഴമേറിയ വാക്കുകൾ, ആത്മീയ തത്വങ്ങൾ എല്ലാം വളരെ ലളിതമായ ശൈലിയിൽ പിതാവിൽ നിന്നും ഒഴുകിയെത്തി. And they have to sacrifice, they have to compromise, each of them. And I know at the end that's what will prevail. I'm very, very proud of them, 4 of them. I'm very happy to see them leading this beloved community. But I expect them also to do that in unity and in harmony, and to set the example for the entire community. I have full confidence in the 4 of them. And I know they recognize each other's ministry and limitations and responsibilities.
More Severius is the Archbishop of the Archdiocese, of the one Archdiocese. It's only one Archdiocese. He is the Chief Metropolitan. And then more Gregorios, more Silvanus, and more Ivanios are the regional metropolitans of this Archdiocese. They are in charge of their regions. However, when they come together in the Metropolitan Council to discuss and to decide on issues related to the community, they do that together in unity, respecting each other and recognizing each other's authority. And of course, the Archbishop has a dignity, a higher dignity among the other bishops, the other metropolitans, because he is the Archbishop of the entire Archdiocese. But the Archbishop also has respect for the responsibilities and the jurisdiction of the other metropolitans in their respective regions. That's how it is. That's how it should be. That's how the Constitution is. പരിശുദ്ധ പിതാവിനുള്ള വരവേൽപ്പിന് ശേഷം വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. 26-ാം തീയതി ഞായറാഴ്ച കൺവെൻഷന്റെ സമാപന ദിവസം. ആ കൺവെൻഷൻ നൽകിയ ഊർജവും സിരകളിൽ ആവാഹിച്ച് തങ്ങളുടെ പാരമ്പര്യവും വംശീയ തനിമയും എക്കാലവും ഉയർത്തിപ്പിടിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കൺവെൻഷനിൽ പങ്കെടുത്ത ഓരോ നിമിഷവും കുളിർമയേകുന്ന ആത്മീയ നിമിഷങ്ങളായി കരുതി അവ ഹൃദയത്തിലേറ്റി അമേരിക്കൻ വൻകരകളിൽ പലയിടത്തായുള്ള തങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങി ഇനിയുമൊരു ഒത്തുകൂടലിന്റെ നിറമുള്ള സ്വപ്നങ്ങളും കണ്ട് സിറ്റി TV കൺവെൻഷന്റെ അന്നത്തെ പ്രധാന പരിപാടികൾ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. ഡയറക്ടർ എബി തോമസ് ആയിരുന്നു ചിക്കാഗോയിൽ നിന്ന് കൺവെൻഷൻ വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകിയത്. ജീവനക്കാരുടെ കുറവ് മൂലം റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നുള്ള സർവീസുകൾ മുടങ്ങുന്നു. ബസ്സുകളുടെ കാലപ്പഴക്കം മൂലം സർവീസ് പകുതിയിൽ മുടങ്ങുന്നത് പതിവാകുകയാണ്. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും ദിനംപ്രതി 15 സർവീസുകളാണ് നടത്തുന്നത്. ഇതനുസരിച്ച് 45 വീതം ഡ്രൈവർമാരും കണ്ടക്ടർമാരുമാണ് വേണ്ടത്. നിലവിൽ ഇവിടെ 29 ഡ്രൈവർമാരും 31 കണ്ടക്ടർമാരുമാണുള്ളത്. ജീവനക്കാരുടെ കുറവ് നികത്താൻ ഒരു നടപടിയും ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച 5 സർവീസുകളാണ് മുടങ്ങിയത്. പുലർച്ചെ 3:10 പുറപ്പെടുന്ന തൃശൂർ സർവീസും ഏക ലോ ഫ്ലോർ ബസ്സും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ 18 ബസ്സുകളാണ് ഇവിടെ സർവീസിനായി നൽകിയിട്ടുള്ളത്. ഇതിൽ 4 വളരെ പഴക്കം ചെന്നവയാണ്. മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ഈ ബസ്സുകൾ വഴിയിൽ കിടക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരെ ഏർപ്പാടാക്കുക, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന നാളികേരാധിഷ്ഠിത ഭൂ ഉപയോഗ പദ്ധതിയുടെ ഭാഗമായി തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങൾ എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തും. ഓഗസ്റ്റ് 5 രാവിലെ 10:30 മുതൽ ജില്ലാ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ് ശില്പശാല. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 1 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0469 26 62 094. ഇടവേള. Trine Habitat 2 and 3 bedroom flats at Kottayam Kalathipadi with ultra modern amenities. Bank loan available from all leading banks. Hurry and avail a special handing over offer. A Maruti Alto 800 only for the first 10 purchases. Call 9349383837. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി ഊരിൽ ഒരു ദിവസം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ S. ഹരികിഷോർ നടത്തിയ പ്രത്യേക അദാലത്ത് നിലയ്ക്കൽ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്നു.
ജില്ലാ പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമാക്കി ജില്ലാ ഭരണകൂടം, കുടുംബശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നടപ്പാക്കി വരുന്ന ഊരിൽ ഒരു ദിവസം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 3ാമത് പ്രത്യേക അദാലത്ത് നിലയ്ക്കൽ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്നു. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്ലാപ്പള്ളി, ചെളിക്കുഴി, ചാലക്കയം ഉൾപ്പെടെ വനമേഖലയിൽ കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ചർച്ചയിൽ വന്നു. അദാലത്തിന്റെ ഭാഗമായി ആദിവാസികളുടെ താമസ സ്ഥലങ്ങൾ കളക്ടറും വകുപ്പുതല ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ജില്ലയിൽ നിന്നുള്ള 15 വകുപ്പ് മേധാവികൾ അദാലത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മുതൽ നിലയ്ക്കൽ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ ആദിവാസി കുടുംബങ്ങൾക്കായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രേസി ഇത്താക്കിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ശബരിമല വനമേഖലയിൽ മഞ്ഞത്തോട് എന്ന സ്ഥലത്ത് വനാവകാശ നിയമപ്രകാരം വീട് വയ്ക്കുവാൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ പറഞ്ഞു. വീടിന്റെ കാര്യത്തിൽ മഞ്ഞത്തോട് എന്ന സ്ഥലത്ത് വീട് നൽകാൻ വേണ്ടിയിട്ട് വനാവകാശ നിയമപ്രകാരം ഒരു തീരുമാനം ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചെറിയ ധാരാളം ആവശ്യങ്ങളാണ്. ഒരു ഷീറ്റ് വേണം, ഒരു വസ്ത്രങ്ങൾ വേണം, വസ്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള പെട്ടി വേണം, പാത്രങ്ങൾ വേണം, അങ്ങനെയൊക്കെയുള്ള ധാരാളം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 52ാം പിറന്നാൾ. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങളാണ് ചിത്ര ആലപിച്ചത്. ദശാബ്ദങ്ങളായി ആസ്വാദകരുടെ മനസ്സിൽ തേന്മഴ പൊഴിക്കുന്ന മലയാളികളുടെ വാനമ്പാടിക്ക് ഇന്ന് 52ാം പിറന്നാൾ. മലയാളത്തിന്റെ അതിരുകൾ കടന്ന് ഹിന്ദിയിലും തമിഴിലും ഉൾപ്പെടെ തന്റെ ശബ്ദത്തിലൂടെ ഏവരുടെയും മനം കവർന്ന KS ചിത്ര 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞു. അധ്യാപക ദമ്പതികളായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകളായി 1963 ജൂലൈ 27-നാണ് ചിത്ര ജനിച്ചത്. സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണനാണ് ചിത്രയെ പിന്നണി ഗാനരംഗത്തേക്ക് കൊണ്ടുവന്നത്. 1979-ൽ അട്ടഹാസം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യ ഗാനം പാടിയത്. ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന ഗാനം പുറത്തിറങ്ങിയത് മുതലാണ് ചിത്ര പ്രശസ്തയായത്. ആറ് തവണ ദേശീയ പുരസ്കാരവും 23 തവണ സംസ്ഥാന പുരസ്കാരവും ചിത്രയെ തേടിയെത്തി. എത്ര കേട്ടാലും മതിവരാത്ത സ്വരവർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ ചിത്രയുടെ ഗാനങ്ങൾക്കായി മലയാളികൾ ഇനിയും കാത്തിരിക്കുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. ഇലവൻ KV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ റാന്നി നോർത്ത് സെക്ഷന്റെ പരിധിയിൽ വരുന്ന മങ്കുഴി, ഭഗവതിക്കുന്ന്, അങ്ങാടി, ഇട്ടിയപ്പാറ, മേനാന്തോട്ടം, പുല്ലുപ്രം, MLA പടി, റാന്നി ന്യൂ ബൈപ്പാസ്, ചെട്ടിമുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. ഒരിടവേള കൂടി. ശ്രീവത്സം ആയുർവേദ ഹോസ്പിറ്റൽ, മച്ചന്നൂർക്കര, എരുമേലി. ഡിസ്ക് തള്ളൽ, തേയ്മാനം, നട്ടെല്ല് വിളവ് ഇവ മൂലമുള്ള കൈകാൽ മരപ്പ് വേദനയും, ആമവാദം, ചിക്കൻഗുനിയ മൂലമുള്ള സന്ധിവാദം, നാഡിത്തളർച്ച, പക്ഷാഘാതം, ചതവ്, ഉളുക്ക്, മർമ്മക്ഷതങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക ബുദ്ധിമുട്ട്, മൈഗ്രെയിൻ, അൾസറൈറ്റിസ്, കൊളൈറ്റിസ്, സോറിയാസിസ്, പഴകിയ രോഗങ്ങൾ ഇവയ്ക്ക് വർഷങ്ങളായി ഫലപ്രദമായ ചികിത്സ നൽകുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായി തിരുമ്മ, വിവിധതരം കിഴികൾ, ധാരകൾ, പിഴിച്ചിൽ, പഞ്ചകർമ്മ ചികിത്സകൾ ഇവ വളരെ ശാസ്ത്രീയമായി ചെയ്തു കൊടുക്കപ്പെടുന്നു. ശ്രീവത്സം ആയുർവേദ ഹോസ്പിറ്റൽ, മറ്റന്നൂർക്കര, എരുമേലി. ഫിസിഷ്യൻ ഡോക്ടർ രാജകുമാരൻ നായർ, BAM DS. വാർത്തകൾ തുടരുന്നു. സുതാര്യ കേരളം അവലോകന യോഗം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും.
ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 31 കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. റാന്നി ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 51 പള്ളിയോടങ്ങൾ ഈ വർഷത്തെ മേളയിൽ പങ്കെടുക്കും. ജലമേളയ്ക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു. നിര്യാതരായി റാന്നി തെക്കേപ്പുറം ചേന്തന്താനിക്കൽ കാട്ടുപുരയിടത്തിൽ KP തോമസ്. രാജു നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഭാര്യ സൂസമ്മ ഇലന്തൂർ കണ്ണങ്കര കുടുംബാംഗമാണ്. അജു, അനു, അനിൽ, അരുൺ എന്നിവർ മക്കളും. ലിജു, ഷാജി, ജിൻസി, അനുജ എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഏഴേലി പുത്തൻപറമ്പിൽ പരേതനായ തോമസ് ഉമ്മന്റെ ഭാര്യ അന്നമ്മ തോമസ്. കുഞ്ഞമ്മ നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 11 മണിക്ക് ഭവനത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ച് 2 മണിക്ക് നസ്രത്ത് മർത്തോമ്മ പള്ളിയിൽ നടക്കും. പരേത മന്ദമരുതി തേക്കുകാട്ടിൽ കുടുംബാംഗമാണ്. തങ്കച്ചൻ, കുഞ്ഞുമോൻ, കൊച്ചുമോൻ, ഓമന, റജി, സജി എന്നിവർ മക്കളും. ആലീസ്, എൽസി, വിജി, പരേതനായ പൊന്നച്ചൻ, റീന സജി എന്നിവർ മരുമക്കളുമാണ്. റാന്നി കരിങ്കുറ്റിയിൽ അലങ്കാരത്തിൽ പരേതനായ നാരായണന്റെ ഭാര്യ കുഞ്ഞമ്മ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം 29 തീയതി ബുധനാഴ്ച 11:30 വീട്ടുവളപ്പിൽ നടക്കും. പരേത ഇലവന്തിട്ട അയത്തിൽ കുടുംബാംഗമാണ്. രാജൻ, രാജമ്മ, ശശി, പൊന്നമ്മ എന്നിവർ മക്കളും. സുമതി, കമലാസനൻ, വത്സല, ഉത്തമൻ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 4 മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം റദ്ദാക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ സർക്കാർ ഓച്ചാനിച്ച് നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. AGക്കെതിരായ പരാമർശത്തിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുകയില്ലെന്നും മുഖ്യമന്ത്രി. ാമത് നോർത്ത് അമേരിക്കൻ കാനായ കൺവെൻഷന് ചിക്കാഗോയിൽ സമാപനം. പരിശുദ്ധ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാറ്റിയോസ് ആഫ്രം ദിദിയൻ പാത്രിയർക്കീസ് ബാവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. ജില്ലയിലെ പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൗകര്യം ലക്ഷ്യമാക്കി ഊരിൽ ഒരു ദിവസം പദ്ധതിക്ക് തുടക്കം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നിലയ്ക്കലിൽ പ്രത്യേകം അദാലത്ത് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.